ഇലോൺ മസ്ക് ഇട്ട പോസ്റ്റുകളാണ് ഇതൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? ശരിക്കും സിവിൽ വാർ വരികയും ചെയ്തു. UK മൊത്തം ഇപ്പൊ റൈറ്റ്സ് ആണ്. നമ്മുടെ ഇലോൺ മസ്കിനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരെയൊക്കെ പോലെ അടി ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലൊക്കെയാണ് മൂപ്പരുടെ പുതിയ ഹോബി. അത് ഈ സംഭവം ഈ ഒരുപാട് പൈസ ഉള്ള ബില്യനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഈ ലൈഫ് ഇങ്ങനെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ആ ബോറടി മാറ്റാനാണ് അവരിങ്ങനെ ഓരോ ഈ പൊളിറ്റിക്സിലൊക്കെ പോയി ഇടപെടുന്നത്. അത് ഈ ആൾക്കാരിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ ബോറടി മാറ്റണം, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇത് നിങ്ങളൊന്ന് കാണണം. ഒരു വർഷമായിട്ട് യൂറോപ്പിൽ സിവിൽ വാർ വരും, സിവിൽ വാർ വരണമെന്ന് ഇലോൺ മസ്ക് ഇട്ട പോസ്റ്റുകളാണ് ഇതൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? ശരിക്കും സിവിൽ വാർ വരികയും ചെയ്തു. UK മൊത്തം ഇപ്പൊ റൈറ്റ്സ് ആണ്. ഇതേ UK റൈറ്റ്സ് ഉണ്ടാവാനുള്ള ഫോൾസ് ഇൻഫർമേഷനും ഫേക്ക് നറേറ്റീവ്സും എല്ലാം ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത് മസ്കിന്റെ തന്നെ X എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ്. ഇത് വേറൊരു രാജ്യത്ത് നടക്കുമ്പോഴേ ഇതൊക്കെ മസ്കിന്റെ തമാശയല്ലേ, ഇതൊക്കെ എത്ര സീരിയസ് ആക്കണോ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇതേ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിൽ മസ്ക് ഇടപെടുമ്പോഴാണ് ഇത് എത്രത്തോളം ഡാർക്ക് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. വേറൊരു കാര്യമുള്ളത്, US ഇലക്ഷൻ വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പബ്ലിക് ആയിട്ട് എൻഡോസ് ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്ക്. ഇനിയിപ്പോ US ഇലക്ഷനിൽ മസ്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു സിവിൽ വാർ നമ്മൾ എന്തായാലും കാണേണ്ടി വരും.